Hello and welcome to Paradise of Cooking. Paradise of Cooking എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരി. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ബർഫിയാണ്. കോക്കനട്ട് ബർഫി എന്ന് പറഞ്ഞാൽ കോക്കനട്ട് വെച്ചിട്ടുള്ള സ്വീറ്റ് ഫില്ലിംഗ് ആണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് നമ്മൾ ഇന്ന് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്നതാണല്ലോ, ക്വാറന്റൈൻ കാലമൊക്കെയാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു വലിയൊരു തേങ്ങ എടുക്കണം. തേങ്ങ എടുത്തിട്ട് ഈ ഒരു പീസായിട്ട് നിങ്ങൾ മുറിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതൊരു മിക്സിയിലേക്ക് മാറ്റുവാണ്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ 2-3 മിനിറ്റ് അരച്ചപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി വന്നു. നമുക്കിതുപോലെ നമുക്ക് കുറച്ചുകൂടെ അരയണം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടെ അരച്ചു. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി വന്നു. നമുക്ക് ഇത്രയാണ് വേണ്ടത്. നല്ലോണം തേങ്ങ അരയണം. അതിനുശേഷം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരുന്ന കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു വലിയ തേങ്ങയ്ക്ക് ഒരു വലിയ 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് പാല്, പേരിനൊരു ഇച്ചിരി വെറ്റാവാൻ വേണ്ടി പാല് മതി. നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു വെറ്റായിട്ടിരിക്കുന്നത്. നമുക്ക് അടിയിൽ പിടിക്കാത്തക്ക രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കാം. മീഡിയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലായിരിക്കണം നിങ്ങൾ ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു 15 മിനിറ്റ് ഇളക്കിയതിന് ശേഷം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി റഫായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നമുക്ക് എല്ലായിടത്തും ഒന്ന് എത്തിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും അടിയിൽ പിടിക്കരുത്. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കളറ് മാറും, തേങ്ങയുടെ കളറ് മാറും, നമുക്ക് ആകെ കുളമാവും നമുക്ക് ബർഫി. അതുകൊണ്ട് അടിയിൽ പിടിക്കാത്തക്ക രീതിയിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പരന്നൊരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് പ്ലേറ്റിൽ എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം. കൈ വെച്ചിങ്ങനെ ചെയ്ത് തന്നാൽ മതി. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബർഫി ഇട്ട് സെറ്റ് ചെയ്ത് മുറിച്ചെടുക്കുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമുക്ക് നേരത്തെ ചേർത്ത് വെച്ച തേങ്ങ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലേറ്റിൽ എല്ലായിടത്തേക്കും ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഫില്ലിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ഒരേ രീതിയിൽ ആ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ബദാം മേളിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് എന്തായാലും നിങ്ങൾ മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നിങ്ങൾ കത്തി ഉപയോഗിച്ച് ഈക്വൽ ആയിട്ട് നിങ്ങളൊന്ന് മുറിക്കുക. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങൾ എന്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അരമണിക്കൂർ കഴിഞ്ഞ് ഇത് എടുക്കാവുള്ളൂ. എന്നാലേ മുറിഞ്ഞിങ്ങനെ വരത്തുള്ളൂ, അല്ലെ വെള്ളമായി പോകും. നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ ഓരോന്നായിട്ട് ഞാൻ എടുക്കുന്നത് നമുക്ക് കാണാം. വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര മധുരമാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.